വിശദമായ വാർത്തകൾ നോക്കാം. പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം പ്രത്യേക സംഘം അന്വേഷിക്കും. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ 2 ഡിവൈഎസ്പിമാർ അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുക. കൊലപാതകത്തിന് പിന്നിൽ ആസൂത്രണം നടന്നതായാണ് പോലീസിന്റെ നിഗമനം. കെ അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, പോലീസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെയൊക്കെ രൂപീകരിക്കുമ്പോൾ എത്രത്തോളം ഗൗരവകരമായാണ് കാര്യങ്ങളെ കാണുന്നത് എന്ന് വ്യക്തമാണ്. ആസൂത്രണമുണ്ട് എന്ന പോലീസിന്റെ പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണ് പോലീസ് സംശയിക്കുന്നത്? അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു പ്രധാന പാതയുടെ മൂവാറ്റുപുഴ കൊല്ലം പുല്ലൂർ പ്രധാന പാതയുടെ വഴിയരികിലുള്ള കരയിലാണ് ഇത്തരത്തിൽ പട്ടാപ്പകൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അതും തിരക്ക് പിടിച്ച അത്യാവശ്യം ആളുകളൊക്കെ എത്തുന്ന ഒരു ജംഗ്ഷനിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത് തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കുന്നത് എന്ന് പറയുന്നത്. പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഇതൊരു മോഷണ ശ്രമത്തിന്റെ ഭാഗമായി നടന്ന കൊലപാതകമാണ്. ഈ ഘട്ടത്തിൽ ഇത് കൊലപാതകത്തിന് വേണ്ടി ചെയ്തതാണെന്ന് പറയാൻ കഴിയില്ല. മോഷണത്തിന്റെ ഭാഗമായി കൊലപാതകത്തിലേക്ക് നയിച്ചതാവാം, അല്ലെങ്കിൽ കൊലപാതകത്തിൽ എത്തിയതാവാം എന്നുള്ള നിഗമനമാണ് പോലീസുള്ളത്. ഒന്നിലധികം ആളുകൾ ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം 70 വയസ്സ് പ്രായമുള്ള ആ വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് വളരെ ആരോഗ്യവാനായിരുന്നു. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും അദ്ദേഹത്തെ ഇത്തരത്തിൽ 2 കാലുകളും ഒപ്പം കൈകളും ബന്ധിച്ച് വായിൽ തുണി തിരികിയ അവസ്ഥയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹമുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്കൊന്നും ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ 5 പവന്റെ ഒരു വലിയ സ്വർണ്ണമാല ഉണ്ടായിരുന്നു, ഒപ്പം കടയിൽ പണം ഉണ്ടായിരുന്നു. ഇദ്ദേഹം കയ്യിൽ പൈസ കരുതുന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്നും സ്വർണ്ണമാല കിട്ടിയിട്ടില്ല, കയ്യിലും പണം ഉണ്ടായിരുന്നില്ല. പണസഞ്ചിയിലെ പണവും പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കടയിൽ CCTV ഉള്ള ഒരു കടയാണ്. അപ്പോൾ പ്രധാന നിലവിൽ CCTV വരുന്നു. പക്ഷേ ഈ CCTVന്റെ ഹാർഡ് ഡിസ്ക് അടക്കം ഈ കടയിൽ നിന്നും കാണാതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പോലീസിന് ഇത്തരത്തിലൊരു ആസൂത്രിതമായ ഒരു കൊലപാതകമാകും എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസിനെ ചെന്ന് എത്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഇത്തരത്തിലുള്ള ഈ കടയുമായൊക്കെ തന്നെ ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഒരു വ്യക്തിയോ അല്ല ആളുകളോ ആയിരിക്കണം ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമികമായി പോലീസ് വിലയിരുത്തുന്നത്. കാരണം ഈ ഇത്തരത്തിൽ കടയുമായി ഇത്തരത്തിലുള്ള CCTV ഉണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം കുറവ്, അതായത് കടയിൽ കാര്യമായി തിരക്കില്ലാത്ത ഒരു സമയത്താണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ തന്നെ കണക്കാക്കി വേണം ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് എത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂവാറ്റുപുഴ പുനലൂർ ദേശീയപാതയുടെ അടുത്താണ്, സംസ്ഥാന പാതയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കടയുള്ളത്. അതുകൊണ്ട് ആ പാതയോടും ചേർന്നുള്ള ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ ആ അപ്പുറത്തിലൊരു സ്ഥലത്ത് പകൽ സമയത്ത് കൊലപാതകം നടത്തിയതിന് 6 മണിക്ക് കൊച്ചുമകൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഉള്ളിൽ ജോർജിന്റെ കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണിതിരിക്കുന്ന അവസ്ഥയിൽ കാണുന്നത്. അപ്പോൾ 6 മണിക്ക് എത്തുമ്പോൾ കണ്ടു എന്ന് പറയുമ്പോൾ 5 മണിക്ക് ആ സമയത്തൊക്കെ തന്നെയായിരിക്കണം കൊലപാതകം നടന്നിരുന്നത്. 5 മണി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായി അറിയാം, ഒരു കടകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു ശേഷം തിരക്ക് വരുന്ന അല്ലെങ്കിൽ ആളുകൾ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് ഒരു കൊലപാതകം നടന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രത തന്നെയാണ് പോലീസിനെ പ്രത്യേകമായ ഒരു അന്വേഷണ സംഘത്തിലേക്ക് നയിച്ചത് എന്നുള്ളത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായ അജിത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണം നടക്കുക. DVSP, പത്തനംതിട്ട DVSPയും ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് DVSP, 2 മോഷണ ശ്രമമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതായത് ഈ മോഷണ ശ്രമം നടന്നത് തന്നെ വളരെ ആസൂത്രിതമായ ചില ശ്രമങ്ങൾക്കൊടുവിലാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായും, അതായത് മോഷണത്തിന്റെ ഭാഗമായത് കൊലപാതകം നടത്തണമെന്ന ഇന്റൻഷനോട് കൂടി നടത്തിയതായിരിക്കില്ല എന്നുള്ള നിഗമനം. കാരണം സ്വർണം പോയിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ പണം നഷ്ടമായിട്ടുണ്ട്, CCTV ക്യാമറകൾ എടുത്തുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു മോഷണം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു ആസൂത്രിതമായ ഒരു മോഷണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പകൽ സമയത്ത് ഈ ഒരു സ്ഥലത്ത് മോഷണം നടത്തുമ്പോൾ പെട്ടെന്ന് ചാടിക്കേറി ഒരുപക്ഷെ നടത്താൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് രാത്രിയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ നടത്തിയ മോഷണമാണെന്ന് പറയും. ഇത് പകൽ സമയത്താണ് നടത്തിയത് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ മോഷണത്തിന്റെ ശ്രമമായിട്ടുള്ള കൊലപാതകത്തിന്റെ ഒക്കെ തന്നെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഒരു ഗാഢത ഒക്കെ തന്നെ പറയുന്നത് ഇത്തരത്തിൽ ഇത് തന്നെയാണ്. കാരണം പകൽ സമയത്താണ് ഈ സംഭവം നടന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് പറയുന്നത് ഒരു ആസൂത്രിതമായ ഒരു കൊലപാതകമാവാൻ അല്ലെങ്കിൽ മോഷണമാവാൻ തന്നെയാണ് സാധ്യത. പ്രാഥമികമായുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തരത്തിലെത്താം. പക്ഷേ വിശദമായ അന്വേഷണത്തിന് ശേഷമേ കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ കൃത്യമായ ഒരു കാര്യം പറയാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. നിലവിൽ ഈ സമീപത്തെ കടയോട് തൊട്ട് സമയത്തുള്ള CCTV, അതുപോലെ തന്നെ സമീപത്തെ വീടുകളിലുള്ള CCTVകളൊക്കെ തന്നെ പരിശോധിച്ച് അസാധാരണമായ എന്തെങ്കിലും ആളുകളെ കാണുകയോ സംഭവങ്ങൾ ഉണ്ടാവുകയുണ്ടോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഫോറൻസിക് സംഘം അവിടെ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം എത്തി വിശദമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ. അതായത് ഈ കൊലപാതകത്തിന് ശേഷം ആ കട അടച്ചിട്ടുകൊണ്ടാണ് അവർ പോയത്.
ജിജി, കട അടച്ചതായിട്ടുള്ള വിവരമില്ല. കട സാധാരണ രീതിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കടയിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ തന്നെ മോഷണം പോയിരുന്നു. പണപ്പെട്ടി നിന്നും പണം പോയിട്ടുണ്ട്. വൈകുന്നേരം ഈ ഇവരുടെ, അതായത് ഈ ജോർജിനെ കൊണ്ടുപോകാനായിട്ട് ജോർജിന്റെ കൊച്ചുമകൻ കടയിലേക്ക് സാധാരണ രീതിയിൽ എത്തുന്നുണ്ട്. അത്തരത്തിൽ സാധാരണ രീതിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ജോർജിന്റെ കൈകാലുകൾ ബന്ധിച്ച് വായ്ക്കകത്ത് തുണി തിരികിയ രീതിയിൽ കണ്ടെത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് ചെറുമകൻ എത്തിയത്. അപ്പോൾ അതായത് അഖിലെ, ഈ കടയിൽ കൊലപാതകം നടന്ന് അതിനുശേഷം ഈ ചെറുമകൻ എത്തുന്നത് വരെ ആ കടയിലേക്ക് മറ്റാരും വന്നിരുന്നില്ല ആ സമയത്ത്? ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ചെറുമകനാണല്ലോ കണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കടയിലേക്ക് സാധനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കി വെച്ച കടയിലൂടെ ഉള്ളിൽ ധാരാളം, അതായത് കടയിലേക്ക് സാധാരണ രീതിയിൽ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ പുറത്തിറക്കി വെക്കുന്ന രീതിയിൽ തന്നെയാണ് കടയ്ക്കുള്ളിൽ ഒക്കെ ധാരാളം സ്ഥലമുണ്ടായിരുന്നു. പുറമെ നിന്ന് നോക്കിയാൽ കടയിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ കഴിയില്ലെന്നുള്ളതാണ് മകൻ ഷാജി ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിലെ നിലവിലെ സെക്രട്ടറി കൂടിയാണ്, ഈ വിവാദമുണ്ടായ മൈലപ്ര സഹകരണ ബാങ്കിലെ നിലവിലെ സെക്രട്ടറി കൂടിയാണ് ഈ ഷാജി എന്ന് പറയുന്നത്. എന്തായാലും ഈ കടയ്ക്കുള്ളിൽ ആ സമയത്ത് അത് ആളുകൾ പോയിട്ടില്ല, അല്ലെങ്കിൽ ആളുകൾ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് കണ്ടിട്ടുണ്ടാവണമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത്. എന്തായാലും കാരണം ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ ആർക്കും കടയ്ക്കുള്ളിലേക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ ഉടൻ തന്നെ പോലീസ് എത്തി കടയൊക്കെ സീൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പുറമെ നിന്നുള്ള ഒരു കാഴ്ച, അല്ലെങ്കിൽ പുറമെ നിന്ന് എന്താണോ കാണുന്നത് അത് മാത്രമായിരുന്നു നമുക്ക് ദൃശ്യമായിക്കൊണ്ടിരുന്നത്. പക്ഷേ കടയ്ക്കുള്ളിലേക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇതൊരു വളരെ സുരക്ഷിതം, അല്ലെങ്കിൽ കൃത്യമായി തന്നെ നോക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ ആളുകൾ കൂടുതലായി ഇടപഴകി, അല്ലെങ്കിൽ കൂടുതൽ ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ്. കൂടുതൽ ഫിംഗർ പ്രിന്റുകൾ ഉണ്ടാവും. ചില സാഹചര്യങ്ങളൊക്കെ മുൻകണ്ടേ തന്നെയാണ് പോലീസ് ഉടൻ തന്നെ ഈ കട ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്നാലും ഇത് ധാരാളം പലചരക്ക്, അതായത് പലചരക്ക് സാധനങ്ങൾ, പഴം, കാഴക്കുലകൾ അടക്കമുള്ള അത്തരത്തിൽ വിൽക്കും ഒരു കട തന്നെയായിരുന്നു, ഇപ്പൊ പലചരക്ക് സ്ഥാപനം തന്നെയായിരുന്നു ഇതുണ്ടായിരുന്നത്. എന്തായാലും ആ കടയ്ക്കുള്ളിലാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തി ജോർജിന്റെ മൃതദേഹം കൈകാലുകൾ ബന്ധിച്ച് വായിൽ തുണി തിരികിയ അവസ്ഥയിൽ കൊച്ചുമകൻ കാണുന്നത്. കൊച്ചുമകനാണ് മറ്റേ വീട്ടിലേക്കൊക്കെ വിളിച്ചറിയിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് എത്തി. പക്ഷെ അപ്പോഴേക്കൊക്കെ ഈ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദാരുണമായ സംഭവം എന്ന് പറയുന്നത്. പട്ടാപ്പകൽ പത്തനംതിട്ടയെ തന്നെ ആകെ നടുക്കി, മൈലപ്രയാകെ നടുക്കിയ ഒരു സംഭവമായി തന്നെ ഇത് മാറിയിരിക്കുന്നു. പുതുവേലി സ്വദേശിയായ ജോർജാണ് ഇത്തരത്തിൽ ദാരുണമായി തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മോഷണശ്രമമാവാം എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ നിഗമനം. അതിന് തന്നെയാണ് സാധ്യത എന്നാണ് പറയുന്നത്. കാരണം കൊലപാതകം നടത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നെങ്കിൽ ഈ മോഷണത്തിൽ അതായത് സ്വർണ്ണമാല പോയതും അതുപോലെ തന്നെ പണം പോയതും ഒക്കെ തന്നെയാണ് അതിൽ കൊലപാതകത്തിന്റെ സാധ്യത തള്ളിക്കളയുന്നത്. മോഷണ ശ്രമത്തിന്റെ ഭാഗമായി നടന്ന കൊലപാതകമാവാം എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഈ മരണകാരണമൊക്കെ തന്നെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വന്ന ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷമേ പറയാൻ സാധിക്കൂ എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളടക്കം അവിടെ ഫോറൻസിക് സംഘം എത്തി പേരുള്ള പരിശോധന അടക്കം തന്നെ നടത്തിക്കൊണ്ടിരിക്കുക. എന്നാലും വിശദമായ ഒരു അന്വേഷണത്തിന്, സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് സേന ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ സംഘത്തെ തന്നെ ഉടൻ തന്നെ, അതായത് മരണം നടന്ന മണിക്കൂറുകൾ തന്നെ അത്തരത്തിൽ സംഘത്തെ രൂപീകരിക്കുകയും ആ സംഘത്തിന് അന്വേഷണത്തിന് ചുമതല നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട ജില്ലാ പോലീസിന്റെ മേധാവിയുടെ മേൽനോട്ടം ഈ അന്വേഷണത്തിലുടനീളം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജിജി, ശരി, കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മൈലപ്രത്ത വ്യാപാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ 2 ഡിവൈഎസ്പിമാരടങ്ങിയ സംഘമായിരിക്കും അന്വേഷണത്തിന് നേതൃത്വം നൽകുക. മോഷണശ്രമമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള നിഗമനം തന്നെ പോലീസിനുണ്ട്. ഇത് ആസൂത്രിതമായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കൂടി എത്തുകയാണ് പോലീസ്.